വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ ഇന്നത്തെ വീഡിയോയിൽ ജബ്ബു ഉണ്ടാവില്ല. സോ ഇറ്റ്സ് ഇതൊരു റാൻഡം വ്ളോഗാണ്. പ്ലസ് ജബ്ബുവിന് വേണ്ടിയിട്ട് ഞാനൊരു സർപ്രൈസ് പ്ലാൻ ചെയ്യുന്നുണ്ട്. ബിക്കോസ് ജബ്ബൂസ് ബർത്ത്ഡേ ഈസ് ഓൺ December 3rd. ടുഡേ ഈസ് December 1st. സോ ഇനിയൊരു 1.5 ഡേ മാത്രമേ ഉള്ളൂ ബാക്കി. കാരണം നൈറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. സോ 1.5 ഡേയ്സേ ഉള്ളൂ. സോ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഞാനപ്പോൾ ഇന്ന് ജബ്ബുവിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മേടിക്കാൻ പോവുകയാണ്. കാരണം അവനൊരു ഐഡിയ ഇല്ല ഞാൻ എന്താണ് മേടിക്കണത്. നീ എന്തെങ്കിലും വാങ്ങുമെന്ന് അറിയാം. പക്ഷെ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ മന്ത് നവംബറിൽ നമ്മൾ ബിസ്റ്റ വില്ലേജ് പോയപ്പോൾ ഞാൻ ഒരു വാച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൂട്ടിക്കോ, ഇനി വേറെ ഒന്നും മേടിക്കുന്നില്ല. കാരണം നവംബർ കഴിഞ്ഞ് അടുത്ത ഡിസംബറാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തിനാ 2 ഗിഫ്റ്റ് വെറുതെ. അപ്പോൾ അവൻ തന്നെ പറഞ്ഞു വേണ്ട, എനിക്കൊന്നും വേണ്ട, ഇപ്പം മേടിച്ചല്ലേ ഉള്ളൂ, സോ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും അങ്ങനെയല്ലല്ലോ. ഞാൻ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ക്ലോസ് ഫ്രണ്ട്സ്, അല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഡിയർ ആയിട്ടുള്ളവരുടെ ബർത്ത്ഡേ, ഇങ്ങനത്തെ സ്പെഷ്യൽ ഒക്കേഷൻസ് ഭയങ്കരമായിട്ട് സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരാളാണ്. സോ ജബ്ബുവിൻ്റെ ഞാൻ മിസ് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. സോ ഞാൻ ജബ്ബുവിന് വേണ്ടി എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മേടിക്കാമെന്ന് വിചാരിക്കുകയാണ്. ഓൾറെഡി ഞാൻ മൈൻഡ് ഫിക്സ് ആക്കി. ഞാൻ ഇത്രയും ഗിഫ്റ്റ് മേടിക്കാൻ ലേറ്റായ റീസൺ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആയിരുന്നു. ലൈക്ക് അവന് എന്ത് മേടിക്കണമെന്ന്. കാരണം ബോയ്സിന് ഓപ്ഷൻസ് ഗേൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവാണല്ലോ. സോ ജബ്ബുവിന് വാച്ചസ് ഇപ്പോൾ തന്നെ ലാസ്റ്റ് ബർത്ത്ഡേക്ക് ഞാൻ വാച്ചാണ് മേടിച്ചത്. സോ എനിക്ക് വാച്ച് മേടിക്കണമെന്ന് ആഗ്രഹമില്ല. ലാസ്റ്റ് മന്ത് ഞാൻ വാച്ച് മേടിച്ചു, അവനും മേടിച്ചു. അപ്പോൾ വാച്ച് എന്തായാലും വേണ്ടാന്ന് ഞാൻ വെച്ചു. പിന്നെ ഷൂ മേടിക്കണോ, പിന്നെ അവൻ ഇടയ്ക്ക് ഇങ്ങനെ PS5 വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ബോയ്സിൻ്റെ ഒരു ക്രേസി അഡിക്ഷൻ ആണല്ലോ അത്. സോ ഞാൻ അത് മേടിക്കണോ വേണ്ടേന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുകയാണ്. അത് മേടിക്കണോ, വേറെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും വാങ്ങണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. സോ ഞാൻ എന്താ ഇപ്പം എനിക്കിന്ന് ഓഫാണ്, ഇന്ന് എൻ്റെ ഓഫ് ഡേ ആണ്. സോ ജബ്ബു ഇല്ല ഈ കറക്റ്റ് ടൈമിന്. ഞാനിപ്പോൾ സെൻട്രൽ പോയി എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിക്കാമെന്ന് വിചാരിച്ച് നിൽക്കുകയാണ്. സോ ഐ തോട്ട് ഓഫ് ഡൂയിങ് എ വ്ളോഗ്. സോ എല്ലാം ഓക്കെ ആയി കഴിയുമ്പോഴത്തേനും അവനെ കാണിക്കാനും പറ്റും, പ്ലസ് നമുക്കിത് അപ്ലോഡ് ചെയ്യാനും പറ്റും, സ്പെഷ്യലായതുകൊണ്ട്. സോ അതൊക്കെയാണ് ഇന്നത്തെ കാര്യങ്ങൾ. ഞാൻ പറയുന്നത് കുറച്ച് സ്പീഡായി പോയോ? ഓക്കെ. സോ ഇപ്പം ഒരു 2:30 ആയിട്ടുണ്ട്. ഞാൻ ഉറക്കമൊക്കെ എണീറ്റ് ഒന്ന് റെസ്റ്റൊക്കെ ചെയ്ത് ഇറങ്ങിയപ്പോൾ ഇത്ര സമയം. ഇനി ജബ്ബു വരുന്നതിന് മുന്നേ എനിക്കെല്ലാം ഫിക്സ് ചെയ്ത് വരണം. പ്ലസ് ഇന്നത്തെ വേറൊരു കാര്യം കൂടെ ഉണ്ടോയെന്ന് വെച്ചാൽ എനിക്കൊരു ഷൂസ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു നൈക്കിൽ. ഷോ അതും എനിക്ക് കളക്ട് ചെയ്യാനുണ്ട്. അതും സെൻട്രലാണ്. സോ എല്ലാം കൂടി ഇന്ന് നടത്തണമെന്നാണ്. ഫസ്റ്റ് ഷൂ കളക്ട് ചെയ്തിട്ട് ജബ്ബുവിന് ഗിഫ്റ്റ് നോക്കാൻ പോകണോ, അതോ അത് നോക്കിയിട്ട് ഇത് ചെയ്യണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. എന്തായാലും പോണ വഴി നമുക്ക് നോക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഒരു റാൻഡം വ്ളോഗാണിത്. ഇത് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതന്നെ എനിക്കറിയില്ല, ബട്ട് നോക്കാം. ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റായിട്ട് നമുക്ക് ലാസ്റ്റ് കിട്ടുകയാണെങ്കിൽ ഞാൻ ഷുവറായിട്ട് അപ്ലോഡ് ചെയ്യാം, ജബ്ബുവിനെ കാണിച്ചും കൊടുക്കാം. ഏറ്റവും വേണ്ട കാര്യം, ഈ വീഡിയോ ഞാൻ ഷോട്ട് ചെയ്യണതെല്ലാം മാറ്റി ഒളിപ്പിച്ച് എവിടെയെങ്കിലും വെക്കണം, സീക്രട്ട് ഫോൾഡറിലും എല്ലാം. കാരണം വീഡിയോ കണ്ടാൽ സർപ്രൈസ് പോയില്ലേ. ഞാൻ സർപ്രൈസ് ഫുൾ ഷൂട്ട് ചെയ്ത് വെച്ചിട്ട് അവൻ ഡിജി ക്യാം വല്ലതും എടുത്ത് നോക്കുകയാണെങ്കിൽ ഹി വിൽ ഫൈൻഡ് ദിസ് ഔട്ട്. സോ എനിക്കിതെല്ലാം കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അപ്പോൾ കം വിത്ത് മീ to buy something special for Jabbu plus a random vlog. Okay, see you. ഒരു സ്റ്റേഷനെത്തി, ബാങ്ക് എന്ന് പറയുന്ന സ്റ്റേഷൻ. ഇവിടെ നിന്ന് ഇനി സെൻട്രൽ ലൈൻ എടുത്തിട്ട് വേണം പിക്കാഡിലി സർക്കസിലേക്ക് പോകാൻ. അതാണ് ഇറങ്ങേണ്ട സ്റ്റേഷൻ. സോ ഞാൻ ഫസ്റ്റ് വിചാരിച്ചു ഷൂ കളക്ട് ചെയ്തിട്ട് ജബ്ബുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുന്നതിനെ പറ്റി ആലോചിക്കാമെന്ന്. കാരണം സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് നൈക്കിൻ്റെ ഔട്ട്ലെറ്റ് ഒരു സ്റ്റോറാണ്. സോ ഫസ്റ്റ് അത് കളക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് സൺഡേ ആണ്, എല്ലാ ഷോപ്പും പെട്ടെന്ന് ക്ലോസ് ചെയ്യും, 6 o'clock ക്ലോസ് ചെയ്യും. സോ അതൊക്കെയാണ് എൻ്റെ പ്ലാൻ. കാരണം ജബ്ബു എത്തുന്നതിന് മുമ്പ് എനിക്ക് തിരിച്ച് ഗിഫ്റ്റൊക്കെ മേടിച്ച് വീട്ടിൽ കൊണ്ടുവയ്ക്കണം. അപ്പോൾ ഞാനിങ്ങനെ അങ്ങോട്ടേക്ക് നടക്കുകയാണ് അടുത്ത ട്രെയിൻ ക്യാച്ച് ചെയ്യാനായിട്ട്. സോ നമുക്ക് ഷൂ കളക്ട് ചെയ്തിട്ട്
ഗൈസ് ജ്യൂസ് കിട്ടി. ഞാൻ എയർ ജോർഡൻ സീരീസാണ് എടുത്തത്. സോ ലെറ്റ്സ് സീ. സോ ഗൈസ് ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കറക്റ്റ് ഫിറ്റ്. എനിക്ക് ചെറിയൊരു ഡൗട്ട് ഉണ്ടായിരുന്നു, കാരണം എൻ്റെ സൈസ് 6 ആണ്, പക്ഷേ ഇത് 5.5 ഉണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ഓർഡർ ചെയ്തു, കാരണം എനിക്ക് ആ കളർ കണ്ടപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. സോ ഞാൻ വിചാരിച്ച് റിട്ടേൺ ആക്കേണ്ടി വരുമെന്ന്, പക്ഷേ എനിക്ക് കറക്റ്റ് ഫിറ്റായിരുന്നു. സോ ഓക്കെ, ഞാൻ കാണിച്ചു തരാം കേട്ടോ. കിട്ടില്ല, നല്ലൊരു എന്താ പറയുക, ഒരു ഡിഫറെൻറ്റ് കളർ ബ്ലൂ. ഓക്കെ, കാണിച്ചു തരാം. എനിക്ക് ഈ കളർ നല്ല ഇഷ്ടപ്പെട്ടു. എനിക്ക് ഈ കളർ ഇല്ല, എനിക്കുള്ളതൊരു ഗ്രീൻ ഷെയ്ഡാണ്. സോ ന്യൂ ആഡ് ഓൺ ടു മൈ കളക്ഷൻ. വലിയ കളക്ഷനൊന്നുമില്ല, ഇതിപ്പം 3ാമത്തെ നൈക്കിൻ്റെ. ഇത് എയർ ജോർഡൻ ആണ്. എനിക്കുള്ളത് ഡങ്ക് ലോയും പിന്നെ നൈക്കിൻ്റെ എയർ മാക്സും ആണ്. ഇതിപ്പം എയർ ജോർഡൻ ഞാൻ ഇതുവരെ മേടിച്ചിട്ടില്ലായിരുന്നു. സോ ദിസ് ഈസ് മൈ ഫസ്റ്റ് വൺ ഫ്രം എയർ ജോർഡൻ സീരീസ്. സൈസിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് പെർഫെക്റ്റ് ഫിറ്റാണ്. ഇത് കിഡ്സിൻ്റെ കളക്ഷനാണ്, കാരണം എൻ്റെ കാലിൻ്റെ സൈസ് കുഞ്ഞായതുകൊണ്ട് എനിക്ക് കിഡ്സിൻ്റെ കളക്ഷന് ഫിറ്റ് ആകുമ്പോൾ കുറേ വെറൈറ്റി കളക്ഷൻസ് ഉണ്ടാവും. സോ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പക്ഷേ ജബ്ബും പറഞ്ഞു റിട്ടേൺ ആക്കേണ്ടി വരും, ടൈറ്റാണെങ്കിൽ ഇടണ്ട, റിട്ടേൺ ചെയ്യണേ എന്നൊക്കെ. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടതിന് കറക്റ്റ് ഫിറ്റ്. സോ ഞാൻ ഭയങ്കര ഹാപ്പി. ഇനി നമുക്ക് ജബ്ബുവിൻ്റെ ഗിഫ്റ്റ് തപ്പി പോവാം. ഓക്കെ, സീ യു. ഷൂ ഒക്കെ മേടിച്ച് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി, നൈക്കിൽ നിന്ന് ഇറങ്ങി. ഇപ്പോൾ ഞാൻ ഒരു കഫേയിലോട്ട് പോവുകയാണ്, കാരണം പുറത്തിറങ്ങി അപ്പം നമുക്ക് വിശക്കും, അതൊന്നൊരു അസുഖമാണ്. സോ ഞാനിവിടെ അടുത്ത് കുറേ നാളെ പോകണമെന്ന് വിചാരിച്ചൊരു കഫേ ഉണ്ടായിരുന്നു. കഫേയിലേറ്റു എനിക്കൊന്ന് റീൽസിലൊക്കെ ഭയങ്കര വൈറലായ ആലിയ ഭട്ടിൻ്റെ ഫേവറേറ്റ് മിൽക്ക് കേക്കുള്ള കഫേ. സോ ഞാൻ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. പണ്ട് ട്രൈ ചെയ്യണമെന്ന് ഞാൻ ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷേ പിന്നെ പോകാമെന്ന് പറഞ്ഞു, അതങ്ങ് മാറ്റി വെച്ചു. ഇവിടെ ഭയങ്കര ക്രൗഡഡ് ആണ്, കാരണം ക്രിസ്മസ് ടൈം കൂടി ആയതുകൊണ്ട്. മെയിൻ സെൻട്രലാണിത്, പിക്കാഡിലി. സോ ഭയങ്കര തിരക്ക്. ഞാനിങ്ങനെ ഫോണൊക്കെ സൂക്ഷിച്ച് വെച്ച് നടക്കുകയാണ്, കാരണം ഇവിടെ ഭയങ്കര പോക്കറ്റടി ശല്യമാണ് സെൻട്രലായതുകൊണ്ട്. സോ ഞാൻ ആ കഫേയിലോട്ട് നടക്കുകയാണ്. അവിടെ പോയിട്ട് ജബ്ബുവിന് എന്ത് വാങ്ങണമെന്ന് ഫിക്സ് ചെയ്ത് ഇന്ന് തന്നെ എനിക്ക് മേടിക്കണം, കാരണം എനിക്ക് സമയമില്ല. നാളെ നൈറ്റ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യും. വലിയ സെലിബ്രേഷനൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ രണ്ടാളും മാത്രം. സോ ഞാൻ ഇപ്പോൾ കഫേലെത്തിലെത്തി. ഭയങ്കര തിരക്ക്, സെൻട്രൽ ലെറ്ററിംഗ് കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്ക്. സോ ഐ മാനേജ് ടു ഗെറ്റ് എ സീറ്റ് ഹിയർ. സോ ദിസ് ഇസ് എ മെനു. നമുക്ക് മെനു നോക്കാം. ഇവിടുത്തെ ഒരു ഡ്രിങ്കിൻ്റെ പേര് ജബ്ബു. അത് കൊള്ളാം. ഇറ്റ്സ് ഐസ് ടീ. ജബ്ബു ഉണ്ടായിരുന്നെങ്കിൽ അത് ഓർഡർ ചെയ്യിപ്പിക്കായിരുന്നു. എനിക്ക് ഐസ് ടീ അത്ര ഇഷ്ടമല്ല. സോ നമ്മളെന്തായാലും ഇവിടെ വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് വെച്ചാൽ വൈറലായിട്ടുള്ള ഒരു മിൽക്ക് കേക്ക് കഴിക്കാൻ, പ്ലസ് എന്തെങ്കിലും കുടിക്കാൻ, എന്തെങ്കിലും ഹോട്ട് ചോക്ലേറ്റ് മേടിക്കണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഒരുപാട് വെറൈറ്റീസ് ഓഫ് കേക്ക്സ് ഉണ്ട് കേട്ടോ. കേക്ക്സ്, സിഗ്നേച്ചർ ടീസ്, കോഫി. എനിക്ക് ഫുൾ കണ്ടിട്ട് കൺഫ്യൂസ്ഡ് ആവുന്നു. സ്മൂത്തിയും കേക്ക് മിക്സ് ആവില്ല. സോ ഞാൻ പ്ലാൻ ചെയ്യുന്നത് ഒരു മിൽക്ക് കേക്ക് മേടിച്ചു, പിന്നെ ഒരു ഹോട്ട് ചോക്ലേറ്റ് മേടിക്കാം. ഓക്കെ, ഓർഡർ എടുത്തിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഇനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇന്നത്തെ മെയിൻ പരിപാടി തന്നെ ജബ്ബുവിന് എന്തെങ്കിലും ഗിഫ്റ്റ് മേടിക്കുന്നതായിരുന്നു. സോ ഞാൻ വിചാരിക്കുന്നു, എൻ്റെ മൈൻഡിൽ 2 തോട്ട്സ് ഉണ്ട്. ഒന്നുകിൽ PS5 അല്ലെങ്കിൽ എന്തെങ്കിലും എന്താ പറയുക, എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു
സംതിങ് സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ്. എന്തായാലും ഞാൻ വാച്ച് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. വാച്ച് ഞാൻ മതിയായി, കാരണം ഞാൻ ലാസ്റ്റ് ഇയർ ബർത്ത്ഡേക്ക് ഒരു ഐ വാച്ചാണ് അവന് ഗിഫ്റ്റ് ചെയ്തത്. സോ ഇപ്രാവശ്യവും ലാസ്റ്റ് മന്ത് ഞാനൊരു വാച്ച് മേടിച്ചു, അവനും വാച്ച് മേടിച്ചു. സോ വാച്ചിൻ്റെ ഒരു കളക്ഷൻ തന്നെ തുടങ്ങാൻ സമയമായി. എന്തായാലും അപ്പോൾ വാച്ച് ഇല്ല എൻ്റെ ലിസ്റ്റിൽ. സോ ഞാൻ പിന്നെ വിചാരിച്ചു എന്തെങ്കിലും ബ്രാൻഡഡ് ആയിട്ട് എന്തെങ്കിലും സ്റ്റഫ് മേടിക്കാമെന്ന്. കാരണം ജബ്ബുവിന് ബ്രാൻഡഡ് സ്റ്റഫ് മേടിക്കാൻ ഇഷ്ടമില്ല, പക്ഷേ അവന് ഇഷ്ടമാണ്. ദ മെയിൻ റീസൺ എന്താണെന്ന് വെച്ചാൽ അവന് ഓവറായിട്ട് ബ്രാൻഡഡ് സ്റ്റഫ് നോർമലി ഓവർ പ്രൈസ്ഡ് ആണ്. സോ അതിന് വേണ്ടിയിട്ട് അത് സ്പെൻഡ് ചെയ്യാനായിട്ട് വലിയ ഇഷ്ടമില്ല. എന്നാലും പക്ഷേ ഞാൻ അവൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. എനിക്ക് ബ്രാൻഡഡ് സ്റ്റഫ് ഭയങ്കര ഇഷ്ടമാണ്. അത് എത്ര പൈസ ആണെങ്കിൽ ഞാൻ എന്താ പറയുക സേവ് ചെയ്ത് മേടിക്കാറുണ്ട്. പക്ഷേ ജബ്ബുനെ ഞാൻ ഇപ്പോൾ പതിയെ അതിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അത് നമുക്ക് ബിസ്റ്റർ വില്ലേജ് പോയ വ്ളോഗ് കണ്ടാൽ അറിയാം. അവനിപ്പോൾ അതൊക്കെ ഇഷ്ടമാണ്, പക്ഷേ ഓവർ പ്രൈസ്ഡ് ആയിട്ടുള്ളതൊന്നും അവൻ മേടിക്കില്ല. പക്ഷേ എനിക്ക് ഗിഫ്റ്റൊക്കെ മേടിച്ച് തരും കേട്ടോ, ബ്രാൻഡഡ് സ്റ്റഫൊക്കെ. പക്ഷെ എന്നാലും അവനത് മേടിക്കാൻ അവൻ അത്ര പൈസ സ്പെൻഡ് ചെയ്യാൻ തോന്നില്ല. അവന് ആഗ്രഹം ഉണ്ടായിരിക്കും മേടിക്കണമെന്ന്, പക്ഷേ എന്താ പറയുക ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സ് അല്ലേ അത്. സോ ഞാൻ വിചാരിക്കുന്നു അവൻ എന്തായാലും അങ്ങനത്തെ ഒരു സാധനങ്ങൾ മേടിക്കാൻ പോകുന്നില്ല. ലൈക്ക് അവൻ മേടിക്കും, പക്ഷേ എന്നാൽ ഒരു 500 റേഞ്ചിന് എബോ ഉള്ള 500 പൗണ്ട്സിന് റേഞ്ചിന് എബോ ഉള്ള സാധനങ്ങൾ അവൻ മേടിക്കില്ല. സോ ഞാൻ വിചാരിച്ചു അങ്ങനെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് മേടിക്കാമെന്ന്. ലൈക്ക് അവൻ ഒരുപാട് വിഷ് ലിസ്റ്റ് ഉണ്ട്, പക്ഷേ ഈ ഒരു ഓവർ പ്രൈസ്ഡ് കാരണം മാറ്റി വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു ഞാൻ ഇപ്പോൾ സെൻട്രലാണ് നിൽക്കുന്നത്. സോ ഇവിടെ എല്ലാ ബ്രാൻഡഡ് സ്റ്റോഴ്സും ഉണ്ട്. സോ ഞാൻ ഇവിടെ ഏതെങ്കിലും ഒരു ലൈക്ക് ഗുച്ചി, ക്രിസ്ത്യൻ ഡയോർ എല്ലാം ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ നിന്ന് തന്നെ മേടിക്കണമെന്നില്ല. സോ ഞാൻ വേറെ ഏതെങ്കിലും ബ്രാൻഡിന്നോ അല്ലെങ്കിൽ ഗുച്ചിന്നോ എന്തെങ്കിലും മേടിക്കാമെന്ന് വിചാരിക്കുന്നു. എൻ്റെ മൈൻഡിൽ ഗുച്ചിന്നൊരു ഷൂസ് ഉണ്ട്, അതാണ് ഞാൻ ഗുച്ചി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്ലസ് വേറെ ബ്രാൻഡഡ് സ്റ്റഫും കൂടെ ഞാനിവിടെ ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചു, എന്നിട്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, കാരണം PS5 ഞാൻ മേടിക്കണോ വേണ്ടതെന്ന് എനിക്കൊരു 50-50 തോട്ടാണ്. മെയിൻ റീസൺ എന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും വർക്കിംഗ് ആയതുകൊണ്ട് PS5 വലിയ യൂസ് ഇല്ല. മെയിൻലി ഞാനത് യൂസ് ചെയ്യില്ല, കാരണം എനിക്ക് അതിനോട് വലിയ അഡിക്ഷൻ ഇല്ല. പിന്നെ ജബ്ബു ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ തന്നെ പറഞ്ഞു അല്ലെങ്കിൽ വേണ്ട, നമ്മൾ വർക്കിംഗ് ഒക്കെ അല്ലേ, എനിക്കിങ്ങനെ വേണമെന്ന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ട് പറയുമല്ലോ, നമുക്കത് വേണം ഇത് വേണമെന്ന്. അപ്പം അങ്ങനെ പറഞ്ഞു പോകുന്നതിൻ്റെ ഇടയിൽ ഞാൻ കേട്ട ഒരു കാര്യമാണ് PS5 വേണമെന്നുള്ളത്. പക്ഷേ അത് വേണോ വേണ്ടതെന്ന് ഞാൻ ആലോചിക്കും. നമ്മളൊരാൾക്കൊരു ഗിഫ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്കത് എന്താ പറയുക, അയാൾക്കത് വവ്വ അടിക്കണം, പ്ലസ് അയാൾ അത് യൂസ് ചെയ്യുന്നവരായിട്ടായിരിക്കണം. സോ എൻ്റെ തോട്ട്സ് അങ്ങനെയാണ്. സോ ഞാൻ PS5 മേടിക്കണോ എന്താണെങ്കിലും എനിക്ക് ഇന്ന് തന്നെ ഇവിടെ നിന്ന് കളക്ട് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇവിടെ ഓർഡർ ഇപ്പോൾ തന്നെ ചെയ്ത് നമുക്ക് കിട്ടും. സ്റ്റോക്ക് അവൈലബിൾ ആണെങ്കിൽ, മെയിൻലി ഇപ്പോൾ അവൈലബിൾ ആണ് PS5 ഒക്കെ 2-3 കടകളിലെല്ലാം ഉള്ളത് കൊണ്ട് കിട്ടും. പിന്നെ ഷൂസ് ആണെങ്കിലും സൈസ് ഉണ്ടെങ്കിൽ അവൈലബിൾ ആണെങ്കിൽ കിട്ടും. പക്ഷേ എനിക്ക് ഇന്ന് തന്നെ കിട്ടുന്ന ഗിഫ്റ്റും കൂടെ ആയിരിക്കണം, കാരണം എനിക്കിനി സമയമില്ല. നാളെ നൈറ്റ് നമ്മൾ എവിടെയെങ്കിലും ഡിന്നർ കഴിക്കാൻ പോവും, ലൈക്ക് 12 o'clock ആ ഒരു ടൈം അനുസരിച്ച്. വലിയ സെലിബ്രേഷൻ ഒന്നുമില്ല, ജസ്റ്റ് നമ്മൾ രണ്ടുപേരും പോയി എവിടെയെങ്കിലും ഡിന്നർ കഴിക്കും വരും. അങ്ങനെ തന്നെയാണ് ലാസ്റ്റ് ഇയർ നമ്മൾ രണ്ടാളുടെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത്. സോ ഇതൊക്കെയാണ് കാര്യങ്ങൾ. എനിക്കാണെങ്കിൽ വിശക്കുന്നു. കേക്കൊക്കെ ഫ്രണ്ടിൽ അവരിങ്ങനെ വെച്ചിട്ടുണ്ട് ഷോപ്പ് പോലെ. സോ അതൊക്കെ കണ്ടപ്പോൾ തന്നെ കൊതിയാവുന്നു, ഇന്ന് പെട്ടെന്ന് കൊണ്ടുവന്നത്. പക്ഷേ ഭയങ്കര തിരക്ക്. എനിക്ക് സത്യം പറഞ്ഞാൽ ജബ്ബുവിനെ മിസ് ചെയ്യണം. ബിക്കോസ് എല്ലാവരും ഫ്രണ്ട്സായിട്ട്, അല്ലെങ്കിൽ ആരും ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കണ ഒറ്റ ഒരാളില്ല എനിക്ക് ചുറ്റും. സോളോ ഡേറ്റ് എന്നൊക്കെ പറയും വലിയ കാര്യത്തിൽ വന്നെങ്കിലും ലൈക്ക് ഐ മിസ്. ഓക്കെ, നമുക്കിനി ജബ്ബു ഉള്ള ഒരു ടൈം കഫേ കോൺസോർട്ടയിൽ വരാം. ഇറ്റ്സ് ഓൾസോ നൈസ് കഫേ ലൈക്ക് ലിറ്റോ. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് പ്ലാൻസ്. സോ ഞാൻ എന്താ ഓർഡർ ചെയ്യണേന്ന് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേനും വേറെ എന്തെങ്കിലും എൻ്റെ മൈൻഡിൽ വരികയാണെങ്കിൽ അത് മേടിക്കണം. കാരണം ഇപ്പം തന്നെ ടൈം ഈസ് 4:08. സോ ജബ്ബു വരുന്നതിന് മുമ്പ് എനിക്ക് വീടെത്തണം. ഓർഡറൊക്കെ ചെയ്ത് ഇവിടെ നിന്ന് ഞാനൊരു ഹാഫ് ആൻ അവറിൽ ഇറങ്ങും എന്നാണ് എൻ്റെ പ്രതീക്ഷ. ഇറങ്ങും, കാരണം ഹോട്ട് ചോക്ലേറ്റ് ഞാൻ അല്ലെങ്കിൽ കയ്യിലെടുക്കും. അയ്യോ, ഞാനത് ടേക്ക് അവേ ആണോ ഡൈനിൻ ആണോ പറഞ്ഞില്ലെങ്കിൽ ഇവിടെ നിന്ന് കുടിക്കാനാണെങ്കിൽ അവരുടെ കപ്പിലായിരിക്കും തരണം, അല്ലെങ്കിൽ മറ്റേ ടേക്ക് അവേ കപ്പിലായിരിക്കും. സോ എനിക്കറിയില്ല, ലെറ്റ്സ് സീ. സോ ഹോട്ട് ചോക്ലേറ്റ് ഇവിടെ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ടേക്ക് അവേ അല്ലായിരുന്നു. ജബ്ബുവിനാണ് സത്യം പറഞ്ഞാൽ ഇങ്ങനെ കപ്പിൽ കുടിക്കുന്ന ഭയങ്കര ഇഷ്ടം, വിച്ച് ഐ ഡോണ്ട് പ്രിഫർ. കേക്ക് വരട്ടെ, കേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വിശക്കുന്നു, ഇവരൊന്നും തരാത്ത. ഞാൻ പോസ്റ്റ് സത്യം പറഞ്ഞ ഉച്ചയ്ക്കായതുകൊണ്ട് ട്രൈ ചെയ്ത് നോക്കാം. എന്തായാലും കണ്ടിട്ട് കൊള്ളാം, നല്ല ഫ്ലഫി ആയിട്ടുണ്ട്. സോ ലെറ്റ്സ് ട്രൈ ദിസ്. കൊതിയാവുന്നു എനിക്ക്. ഓൾറെഡി ഇത് കുറച്ചൊന്ന് ബ്രേക്ക് ആയിട്ടാണ് ഇരിക്കുന്നത്. കൊള്ളാട്ടോ, കിട്ടില്ല ടേസ്റ്റ്, ഭയങ്കര സോഫ്റ്റ്.
ഞാൻ സത്യം പറഞ്ഞാൽ കുറേ പേര് ഞാൻ കണ്ടിട്ടുണ്ട് ഇത് കൊള്ളില്ല, ഓവർ ഹൈപ്ഡാന്നൊക്കെ പറയുന്നത്. പക്ഷേ എന്താ പറയാം, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കിട്ടുന്ന ടേസ്റ്റ് ഇതെന്തിനാണോ, ഇത് ഓവർ ഹൈപ്ഡല്ല സത്യം പറഞ്ഞാൽ, ഹൈപ്പിനുള്ളതുണ്ട്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കഴിച്ചിട്ടാണോ? ഞാൻ ഒന്ന് ആസ്വദിച്ച് കഴിക്കട്ടെ. ഇപ്പോഴേ ആസ്വദിച്ചാണ് കഴിക്കുന്നത്, പക്ഷെ എന്നാലും ജസ്റ്റ് സം മീ ടൈം. ഓക്കെ, എന്താണ് നമ്മൾ അടുത്ത പരിപാടി? ഞാൻ എന്തായാലും ഗിഫ്റ്റ് ഫിക്സ് ആക്കി. സോ ഞാനിവിടെ അടുത്ത് ഗുച്ചി സ്റ്റോറിൽ പോയിട്ട് ഐ വിൽ ബി ബൈയിങ് എ പെയർ ഓഫ് ഷൂസ് ഫോർ ജബ്ബു. അവൻ എന്തായാലും ഗിഫ്റ്റ് കാണുമ്പോൾ വവ്വ് അടിച്ച് ഞെട്ടും. അവൻ അത് തന്നെ കൊല്ലും തോന്നുന്നു, എന്തിനു മേടിച്ചതെന്ന് ചോദിച്ചിട്ട്. ബട്ട് അങ്ങനെയല്ലല്ലോ, ലൈക്ക് ഒരു സ്പെഷ്യൽ ഗിഫ്റ്റാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഇറ്റ്സ് സ്പെഷ്യൽ ഫോർ എ റീസൺ. ഇറ്റ്സ് ജബ്ബൂസ് 25th ബർത്ത്ഡേ. 25 ഒരു എന്താ പറയുക ഒരു സ്പെഷ്യൽ അല്ലേ, 25, 50, 100 അങ്ങനെ ഒരു. സോ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് എക്സ്ട്രാ സ്പെഷ്യൽ ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ഡിസിഷൻ എടുക്കുന്നത്. PS5 ഞാൻ പിന്നെ വേണ്ടാന്ന് വെച്ചു. കാരണം 2 ദിവസം അതിൻ്റെ ഒരു തൊര ഉണ്ടാവും അത് കളിക്കാനായിട്ട്. പിന്നെ അത് അവിടെ ഏതെങ്കിലും മൂലയ്ക്ക് കാണും. സോ അത് പോകത്തല്ല. പിന്നെ ഷൂസ് ജബ്ബുവിന് ഭയങ്കര ഇഷ്ടമാണ്. സോ എന്തായാലും ഷൂവിനോട് അവൻ നോ പറയില്ല. അവൻ നോ പറയാൻ പോകുന്നത് ഇത്രയും വില കൂടി ഷൂസ് ഗുച്ചിന്നൊക്കെ മേടിക്കുന്നതുകൊണ്ടാവും. എന്തായാലും എനിക്ക് വഴക്ക് കിട്ടും. എന്തായാലും ഞാൻ വീഡിയോ നിങ്ങളെ കാണിക്കാം. താങ്ക് യു. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ സ്റ്റോർ 6 മണിക്ക് ക്ലോസ് ചെയ്യും. അതിന് മുന്നേ പറഞ്ഞു. ഇപ്പോൾ 4:30 ആയി. ബട്ട് ഇറ്റ്സ് ഫൈൻ. ഇവിടെ നിന്നൊരു 8 or 9 minutes വാക്കേ ഉള്ളൂ എനിക്ക് ഗുച്ചി സ്റ്റോറിലോട്ട്. കാരണം ഇവിടെ സെൻട്രൽ ലണ്ടൻ ആയതുകൊണ്ട് എല്ലാ ബ്രാൻഡഡ് സ്റ്റോഴ്സും ഇവിടെ ഉണ്ട്. നമ്മൾ ബിസ്റ്റ വില്ലേജ് കണ്ടതുപോലെ തന്നെ എല്ലാം ഇവിടെ ഉണ്ട്. പക്ഷേ ബിസ്റ്റ വില്ലേജിൽ ഡിസ്കൗണ്ട് ഉണ്ടാവില്ല. റിയൽ അതിൽ കൊടുക്കുന്നതിന് അതേ MRP പ്രൈസ് തന്നെയാണ്. അതേ ഉള്ളൂ ഡിഫറൻസ്. അതാണ് എല്ലാവരും ബിസ്റ്റ വില്ലേജിൽ പോയി ബ്രാൻഡഡ് സ്റ്റഫ്സ് മേടിക്കുന്നത്. നമ്മളും അങ്ങനെയാണ് മേടിച്ചത്. പക്ഷേ ഞാൻ എങ്ങനെ ആ ടൈം മേടിക്കും? ജബ്ബു എൻ്റെ കൂടെ നിൽക്കില്ലേ? ഞാൻ സത്യം പറഞ്ഞ അവിടെയൊക്കെ കയറിയപ്പോഴത്തേനും എന്തെങ്കിലും മേടിച്ചാലോ എന്നുണ്ടായിരുന്നു. പിന്നെ ഇവനുണ്ട്. പിന്നെ ആ ടൈമിൽ എനിക്ക് PS5 മൈൻഡിലുണ്ടായിരുന്നതുകൊണ്ട് ഞാനൊന്നും മേടിച്ചില്ല. സോ എന്തായാലും ഞാൻ ഇപ്പം മേടിക്കാമെന്ന് വിചാരിച്ചു. കാരണം ഒരു സ്പെഷ്യൽ ഗിഫ്റ്റായിട്ട് എന്തായാലും ജബ്ബു ഇത് കാണുമ്പം അവൻ്റെ റിയാക്ഷൻ എന്തായിരിക്കും എന്നാണ് ഞാൻ കൺഫ്യൂസ്ഡ്. അവൻ എന്താ പറയുക, വവ്വ് അടിച്ച് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക. അത് എന്നെ കൊല്ലുമോ എന്ന് നമുക്ക് നേരിട്ട് കാണാം. സോ അങ്ങനെയാണ് കാര്യങ്ങൾ. എന്തായാലും അവൻ്റെ സൈസ് അവിടെ ഉണ്ട് ആ സ്റ്റോറിൽ, സെൻട്രൽ ലണ്ടനിലുള്ള ഗുച്ചീൻ്റെ സ്റ്റോറിൽ. സോ ഞാനിപ്പോൾ എന്തായാലും അങ്ങോട്ട് പോകണം. അവിടെ ചെന്നിട്ട് നമുക്ക് നോക്കാം. ഞാൻ ഓൺലൈനിൽ ഒരു ഷൂ നോക്കി എനിക്ക് ഇഷ്ടപ്പെട്ടു. അതാണ് അവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. വേറെ എന്തെങ്കിലും അവിടെ കാണുകയാണെങ്കിൽ ഐ വിൽ ഷുവർലി ബൈ ദാറ്റ്. ജസ്റ്റ് ഒന്ന് റാൻഡംലി ഫുള്ളൊന്ന് ചെക്ക് ചെയ്യണം. എന്നിട്ട് വേണം എന്തെങ്കിലും ഫിക്സ് ചെയ്ത് മേടിക്കാൻ. എൻ്റെ മൈൻഡിലൊരു ടൈപ്പ് ഓഫ് ഷൂസ് ഉണ്ട്. ലൈക്ക് ഇറ്റ്സ് എ സിഗ്നേച്ചർ പ്രിൻ്റ് ഓഫ് ദ ഗുച്ചി. ലൈക്ക് എന്താ പറയുക, അവരുടെ ഒരു പ്രിൻ്റ് ഉണ്ട് ഗുച്ചീൻ്റെ ഒരു പ്രിൻറ്റിൽ. റെഡ് ആൻഡ് ഗ്രീൻ ആണ് തോന്നുന്നു. റെഡ് ആൻഡ് ഗ്രീൻ വരുന്നൊരു ഷെയ്ഡ്. അവിടെ നമുക്ക് നൈക്കിൽ അഡിഡാസിൽ കിട്ടുന്ന പോലെ ഭയങ്കര കളർഫുൾ ഐറ്റംസ് അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അവരുടെ സിഗ്നേച്ചർ ഐറ്റംസേ ഉണ്ടാവും. സോ നോർമലി നൈക്ക് അഡിഡാസ് അതിൻ്റെയൊക്കെ ഷൂസ് ജബ്ബുനുണ്ട്. സോ ഞാൻ ഇപ്രാവശ്യം എന്തായാലും അവരുടെ ഒരു സിഗ്നേച്ചർ ഐറ്റം ഷൂസാണ് എൻ്റെ മൈൻഡിലുള്ളത് മേടിക്കാനായിട്ട്. സോ അവിടെ പോയിട്ട് നോക്കാം വേറെ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടോയെന്ന്. സോ അതൊക്കെയാണ് വിശേഷങ്ങൾ. ഞാൻ എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവുകയാണ്. ഇതിപ്പോൾ തീരാറായി, ഹോട്ട് ചോക്ലേറ്റ് കഴിയാറായി. കുടിച്ചിട്ട് ഞാൻ ഇറങ്ങും. ഇപ്പം ഗൈസ്, ഞാൻ എന്താ ഗുച്ചി സ്റ്റോറിൻ്റെ ഫ്രണ്ടിലെത്തി. എൻ്റെ ലൈഫിലെ ഫസ്റ്റ് ഗുച്ചി പർച്ചേസാണ്. ദാറ്റ്സ് ഫോർ ജബ്ബു. ഓക്കെ, ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം കുഞ്ഞിലേക്ക് ഭയങ്കരമായിട്ട് ഡ്രീം ചെയ്തിട്ടുള്ള സ്റ്റഫ്സിൻ്റെ ബ്രാൻഡ്സാണ് ഇതെല്ലാം. ഗുച്ചി അങ്ങനത്തെ എല്ലാം നമ്മൾ കോൺ ചെയ്യുന്ന എല്ലാം തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമുക്കെല്ലാം വാങ്ങാൻ പറ്റട്ടെ. ഓക്കെ, സോ ലെറ്റ്സ്. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ജബ്ബു ഭയങ്കരമായിട്ട് സർപ്രൈസ് ആവും. ഓ, എനിക്കത് ഉറപ്പാണ്. പ്ലസ് എന്നെ വഴക്ക് പറയുന്നതാണ് എൻ്റെ പേടി. വഴക്കൊന്നും പറയില്ല, ഈനോ. ഓക്കെ, ഞാൻ എന്തായാലും അപ്പോൾ സ്റ്റോറിലേക്ക് കയറാണ്. ഞാൻ ഇപ്പോൾ പുറത്ത് നിൽക്കുകയാണ്. ഓക്കെ, സി യു. അകത്ത് ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ബിക്കോസ് നമ്മൾ ബിസ്റ്റ വില്ലേജ് പോയിട്ടുണ്ടായിരുന്നപ്പോഴും ഗുച്ചി, ഡിയോർ അങ്ങനത്തെ ഷോപ്സിലൊന്നും നമ്മളെ ഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചില്ല. സോ ഇവിടെ സമ്മതിക്കുന്നറിയില്ല. ലെറ്റ്സ് സീ.
സോ നമ്മുടെ ഓർഡർ ഇതാ എത്തി. ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഞാനിത് ഓപ്പൺ ആക്കുന്നില്ല. ഞാനൊരു നോട്ടൊക്കെ വെച്ചിട്ടുണ്ട്, സ്പെഷ്യൽ നോട്ട് ഫോർ ജബ്ബു. സോ ഇതിനി ബർത്ത്ഡേക്ക് അവൻ തന്നെ അൺബോക്സ് ചെയ്യട്ടെ. വീഡിയോഗ്രാഫി ഒന്നും അലൗഡല്ല, ഭയങ്കര സ്ട്രിക്റ്റ്, ഭയങ്കര സൈലൻസ്, എന്താ പറയുക, അത്രയും ഹൈ ബ്രാൻഡഡ് സ്റ്റോറിൽ. സോ അങ്ങനത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാവും. സോ ഞാൻ ഓൾറെഡി കളക്ട് ചെയ്ത് ഞാൻ ജബ്ബുവിന് ഒരു സ്പെഷ്യൽ നോട്ടൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഗിഫ്റ്റ് റാപ്പൊക്കെ ചെയ്തിട്ടുള്ളതുകൊണ്ടാണ് അൺബോക്സ് ചെയ്ത് കാണിക്കാത്തത്. എന്തായാലും ഇനിയിപ്പോൾ ഒരു ദിവസം കൂടെ തന്നെ അത് കഴിഞ്ഞ് അവൻ തന്നെ അൺബോക്സ് ചെയ്യട്ടെ എന്ന് വിചാരിച്ചു. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്ക് എന്തായാലും ജബ്ബുവിൻ്റെ റിയാക്ഷൻ കാണാം. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്, കാരണം ലൈഫിൽ വാങ്ങണമെന്നൊക്കെ ഭയങ്കര എന്താ പറയുക ഒരു ഡ്രീമായിട്ടുള്ളൊരു ഐറ്റമാണ് ഇപ്പം മേടിച്ചത്. എനിക്കല്ല മേടിക്കുന്നതെങ്കിൽ എനിക്കാണല്ലോ വാങ്ങാൻ പറ്റി, ഞാനാണല്ലോ അവന് ഗിഫ്റ്റ് ചെയ്യണം. സോ എനിക്ക് ഭയങ്കര പ്രൗഡാണ്. വിൽ ബി സോ ഹാപ്പി. എനിക്ക് ഭയങ്കര ഷുവറാണ് അത്. പ്ലസ് എന്നെ കൊല്ലും തോന്നുന്നു. സോ ഓക്കെ, എന്തായാലും നമുക്ക് ജബ്ബുവിൻ്റെ റിയാക്ഷനൊക്കെ ഞാൻ ഈ വീഡിയോ അവൻ്റെ ബർത്ത്ഡേ വ്ളോഗിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുമോ അല്ലെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് അപ്ലോഡ് ചെയ്യുമെന്ന് അറിയില്ല. സോ എനിവേ എന്തായാലും ഞാൻ അവൻ്റെ റിയാക്ഷനൊക്കെ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. സി യു. ഞാനിപ്പോൾ എന്തായാലും വീട്ടിലേക്ക് പോവുകയാണ്, ബിക്കോസ് ഇറ്റ്സ് ടു ലേറ്റ്. ജബ്ബു എത്താറായി. അതിന് മുമ്പ് എനിക്കിത് കൊണ്ട് ഒളിപ്പിച്ച് ചോദിക്കണം. ഇത്രയും വലിയ സാധനം ഞാൻ എവിടെ കയറ്റി ഒളിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. സോ ലെറ്റ്സ് സീ. എനിവേ ഞാനിപ്പോൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. സി യു ഓൺ അനദർ വീഡിയോ. ബൈ.